സ്കൂളൊക്കെ തുറക്കാറായി. പല സ്കൂളുകളും പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി പല തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എലപ്പള്ളി സ്കൂളിലും എന്തൊക്കെയോ കുറേ മാറ്റങ്ങളുണ്ടെന്ന് ഇവിടെയുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഒന്ന് പോയി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്കൂൾ. ഇതിൻ്റെ ഈ ക്ലാസ് റൂമിൻ്റെ ഉൾവശം ഏതായാലും നമുക്ക് കാണാം. എന്തൊക്കെയോ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ടീച്ചറൊന്ന് തുറന്ന് കാണിച്ചു തരുമോ? ഇവിടെ കുട്ടികൾ ഓരോ വർഷം കൂടുന്തോറും കുറവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും കാണിച്ചാലേ ഗവൺമെൻറ് സ്കൂളിലേക്ക് കുട്ടികൾ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ 100% ടാക്സ് പിരിച്ചതിൻ്റെ 50,000 രൂപ കിട്ടി. ബാക്കി സുമനസ്സുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് ഈ പദ്ധതി ചെയ്തത്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഡസ്റ്റർ കൊണ്ട് ബ്ലാക്ക് ബോർഡ് തുടച്ച് കുറേ കഷ്ടപ്പെടാറുണ്ട്. ഇപ്പോഴേതായാലും അതൊന്നും വേണ്ട. ടീച്ചർ, ഈ ബോർഡിന് എന്താ പറയുക പേര്? ഇന്ററാക്റ്റീവ് ബോർഡ് എന്നാണ് പറയുക. ഇതെങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരുമോ പ്രവർത്തിച്ചത്? അതായത് നമ്മളിത് വൈറ്റ് ബോർഡ്, നമ്മളിപ്പോൾ സാധാ ബോർഡ് ഉപയോഗിക്കും പോലെ ഇതിൽ വൈറ്റ് ബോർഡ്, ഇതാണ് ഇപ്പോൾ വൈറ്റ് ബോർഡ്. ഇതിൽ നമ്മൾക്ക് എഴുതാനും പറ്റും. അതായത് ഇത് പെൻസിൽ കളർ ചൂസ് ചെയ്യാം. നമ്മൾക്ക് ഏത് കളറാണ് വെച്ചാലും നമ്മൾക്ക് കളർ ചൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇത് നമ്മൾക്ക് എറേസ് ചെയ്യണമെങ്കിൽ എറേസറുണ്ട്. നമ്മൾക്കിപ്പോൾ കുട്ടികൾക്ക് വീഡിയോസൊക്കെ, അതായത് ഇപ്പോൾ ചാപ്റ്റർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആപ്പ് ഉണ്ട്. അപ്പോൾ ആപ്പിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്രോം എടുക്കും. സാധാ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അതേ മെത്തേഡ് യൂട്യൂബ് ഇതിൽ എടുക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അവർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ഭാഷ, 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും ഇംഗ്ലീഷ് എന്നുള്ള ഒരു ഭാഷ ഇപ്പോൾ പേടിയില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന മാതാപിതാക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും അവർ വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടിയാണ് കുട്ടികളെ അയക്കാനായിട്ട് ഇപ്പോൾ ഇഷ്ടപ്പെട്ട് അയക്കുന്നത്. ഞാൻ ആലോചിക്കായിരുന്നേ, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇളകി കളിക്കുന്ന ഡെസ്കും ബെഞ്ചും പിന്നെ ചോർന്നൊലിക്കുന്ന ക്ലാസ് റൂമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ദേ AC, നല്ല അടിപൊളി ഡെസ്കും ബെഞ്ചും, നല്ല ക്ലാസ് റൂം, നല്ല സൗകര്യം. പണ്ടൊക്കെ ടീച്ചർ എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാണിച്ച ഡസ്റ്റർ കൊണ്ട് മേത്തൊക്കെ എറിയായിരുന്നു, ചോക്കൊക്കെ എറിയായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും വേണ്ട. നല്ല അടിപൊളി ബോർഡും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മൽഘോഷി മോഹനൊപ്പം, ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.